ഇന്ന് പരിചയപ്പെടുത്തുന്ന മന്ത്രം ഭക്തിയോടെയും വിശ്വാസത്തോടെയും ആഗ്രഹിക്കുന്ന കാര്യം മനസ്സിൽ വിചാരിച്ചു ഈ മന്ത്രം ജപിച്ചാൽ അത് എന്ത് തന്നെ ആയാലും അർഹപ്പെട്ടതാണെങ്കിൽ അത് ദേവി തീർച്ചയായും നടത്തിത്തരുന്നതാണ്. ഏതു കാര്യത്തിനും ആത്മാർപ്പണ ബുദ്ധിയും ഭക്തിയുമാണ് പ്രധാനം. ജോലി ചെയ്യുന്നതും ആഹാരം കഴിക്കുന്നതും കിടക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും സംസാരിക്കുന്നതുമെല്ലാം ആത്മാർത്ഥമായ അർപ്പണബോധത്തോടെ ചെയ്താൽ അത് ദേവിയെ പൂജിക്കുന്നതിനു തുല്യമാണ്. മന്ത്രം ഇതാണ്. മന്ത്രത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്. എന്റെ നാവു കൊണ്ടുള്ള ജൽപ്പനങ്ങൾ ഞാൻ കളിയായി പറയുന്നതുപോലും ദേവിയെക്കുറിച്ചുള്ള ജപമായും കൈകൊണ്ടു ചെയ്യുന്ന എല്ലാ ക്രിയകളും മുദ്രാകരണങ്ങളായും എന്റെ എവിടേക്കുമുള്ള സഞ്ചാരങ്ങൾ ദേവിക്കുള്ള പ്രദക്ഷിണമായും അശനപാനാദികൾ ദേവിക്കുള്ള ഹോമാനുഷ്ഠാനങ്ങളായും എന്റെ കിടപ്പ് ദേവിക്കുള്ള പ്രണാമമായും എന്റെ സുഖ സൗകര്യങ്ങൾക്കു വേണ്ടി ചെയ്യുന്ന എന്റെ എല്ലാ ചേഷ്ടകളും ജീവാത്മവും പരമാത്മവും ഒന്നാകയാൽ ആത്മാർപ്പണ ബുദ്ധിയോടെ ഞാൻ ദേവിക്ക് ചെയ്യുന്ന പൂജയുടെ പര്യായങ്ങളായും ഭവിക്കട്ടെ. സൗന്ദര്യലഹരിയിലെ ഈ ശ്ലോകം മഹാദേവിയുടെ ആദിപരാശക്തിയുടെ ചിത്രത്തിനു മുന്നിൽ വിളക്കു കൊളുത്തി കിഴക്കോട്ടു നോക്കിയിരുന്ന് പ്രഭാതത്തിലോ സായാഹ്നത്തിലോ ദിവസവും 108 പ്രാവശ്യം 41 ദിവസം ജപിക്കുക. അങ്ങനെ എങ്കിൽ വിചാരിക്കുന്ന കാര്യം നടക്കും. പൂജാമുറിയുണ്ടെങ്കിൽ ദിക്ക് നോക്കാതെ ജപിക്കാവുന്നതാണ്. നാം ചെയ്യുന്ന സകല കർമ്മങ്ങളും ദേവിക്ക് സമർപ്പിക്കുന്നതായി ദേവീ ഉപാസനയായി സങ്കൽപ്പിക്കുന്നതാണ് ഈ ശ്ലോകത്തിന്റെ ശ്രേഷ്ഠത. ദേവീരൂപം നന്നായി മനസ്സിൽ സങ്കൽപ്പിച്ച് ഏകാഗ്രതയോടെ ജപിച്ചാൽ ആഗ്രഹസിദ്ധി ഉറപ്പാണ്. അശുദ്ധി കാരണം 41 ദിവസം തുടർച്ചയായി പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ത്രീകൾക്ക് അശുദ്ധി മാറിക്കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ജപം തുടർന്ന് 41 ദിവസം പൂർത്തിയാക്കാം. ദുർഗ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശാശ്വത സത്യമാണ്. ഭക്തർക്ക് ഏതു രൂപത്തിലും ദേവിയെ ഭജിക്കാം, ഫലം ലഭിക്കും. ദേവി ഭക്തരുടെ അമൂല്യനിധിയാണ്. സൗന്ദര്യലഹരി, ദേവി മഹാത്മ്യം, ലളിതാസഹസ്രനാമം എന്നിവ പോലെ ഭക്തരെ കാത്തു രക്ഷിക്കുന്ന ശങ്കരാചാര്യ വിരചിതമായ ഈ പുണ്യഗ്രന്ഥം ശ്രീലളിതാ പരമേശ്വരി വർണ്ണനയായ 100 ശ്ലോകങ്ങളുടെ സമാഹാരമാണ്. മന്ത്രാക്ഷരങ്ങളാൽ ബന്ധിച്ചിരിക്കുന്ന സൗന്ദര്യലഹരിയിലെ ഓരോ ശ്ലോകങ്ങൾക്കും ഓരോ ഫലശ്രുതി വിധിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് പൂജ ചെയ്യുകയും യന്ത്രം ഒരുക്കുകയും ചെയ്യാറുണ്ട്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും പാലിച്ച് വേണം ഇതിലെ ഏതൊരു മന്ത്രവും ജപിക്കാൻ. നിത്യപത്തിന് ഉത്തമമാണ്. ദേവി പ്രധാനമായ നവരാത്രി, ചൊവ്വ, വെള്ളി, പൗർണമി ദിവസങ്ങളിലെ ജപം അതിവിശേഷമാണ്. ജപിക്കുന്നവർക്ക് ആത്മാർപ്പണബുദ്ധി അനുപേക്ഷണീയമാണ്.